ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇതാ സിമ്പിളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതാ ഇങ്ങനെ ഒരു ബൗളെടുത്തു. അതിലേക്ക് ഇതാ 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റവ ഏതും എടുക്കുക, വറുത്തതൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ പാലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, സിമ്പിൾ പാലപ്പം. അരിയൊന്നും അരക്കാതെ ഉണ്ടാക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഈ ഒരു കപ്പ് വെള്ളം കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അവിടെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാർ എടുത്തു. അതിലേക്ക് നമ്മൾ കുതിർത്ത റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ പാലപ്പമൊക്കെ ഉണ്ടാക്കാത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരു രക്ഷയില്ല, സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മളിപ്പോൾ തലേന്ന് അരി വെള്ളത്തിൽ കുതിർത്ത് അരക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി അതിലേക്ക് ഈ ഒരു കപ്പിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്തു. അതേമാതിരി 1 ടീസ്പൂണ് ഈസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് കാണിക്കാൻ വിട്ടു. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് അരച്ചെടുത്തിട്ടോ. അപ്പോൾ കുറച്ച് കട്ടിങ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തു. ആ മിക്സിൻ്റെ അതിലെന്താ 1/4 കപ്പ് കൂടി ഒഴിച്ചു. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ജസ്റ്റ് അപ്പോൾ ഉപ്പ് എനിക്ക് കുറച്ച് പോരായി വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടു. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം കാണാം കേട്ടോ. മൂടി വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് എടുക്കുന്നുണ്ട് കേട്ടോ. മാവ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ചൊക്കെ പൊന്തിയിട്ടുണ്ട്, അത്യാവശ്യം പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അപ്പച്ചട്ടി എടുക്കാം, വെള്ളപ്പത്തിൻ്റെ ചട്ടി എടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന മാതിരി ചുട്ടെടുക്കാം. വെള്ളപ്പം ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എന്നിട്ട് നമുക്ക് മാവ് ഓരോ കയ്യിൽ ഒഴിച്ചെടുക്കാം. ഫ്ലെയിം കുറക്കുക, എന്നിട്ട് ഫ്ലെയിം കുറക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളപ്പം ചുടുന്നാരി ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് 4-5 സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, അടിപൊളിയാണ്. ഇതിന് നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ തിന്നാം. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, സിമ്പിളാണ്. നേരത്തെ ചെയ്താൽ നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ മാവെല്ലാം നമുക്കങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. വെള്ളപ്പം ചുടുന്നാരി തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇപ്പോൾ രണ്ടാമത്തും ഞാൻ എടുത്തു. അപ്പോൾ ഇതേമാതിരി നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടോ. അതുകൊണ്ട് അടിപൊളിയായി നല്ല സോഫ്റ്റും ഉണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് രക്ഷയില്ല. അപ്പോൾ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും കൂടെ ട്രൈ ചെയ്ത് വെക്കുക. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും, സിമ്പിൾ വീഡിയോ വരുന്നതിലേക്കും ബൈ.